ലച്ചുട്ടിക്കും ഒരു പയ്യനെ കിട്ടിയാൽ മതിയായിരുന്നു. ഞാനാണെങ്കിൽ എപ്പോഴും ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് ഈ ഒരേ ഒരു കാര്യമാണ്. ഇന്നത്തെ കാലത്ത് നല്ലൊരു പയ്യനെ കിട്ടുക എന്നത് ലേശം ബുദ്ധിമുട്ടുള്ള കാര്യമാണേ. കാർത്യായനിയമ്മ കസേരയിൽ വന്നിരുന്നു കൊണ്ട് പറഞ്ഞു. ഓ, അതിനിപ്പോൾ ആരും ധൃതി വെക്കേണ്ട. സമയമാകുമ്പോൾ ഞാൻ അറിയിച്ചോളാം. അന്നേരം മതി മുത്തശ്ശിയുടെ പ്രാർത്ഥനയും മറ്റും, ലച്ചു നിസ്സാര മട്ടിൽ പറഞ്ഞു. അങ്ങനെ പറഞ്ഞൊഴിഞ്ഞു മാറാൻ പറ്റില്ല മോളെ. ഈ മംഗലിഭാഗം എന്നൊക്കെ പറഞ്ഞൊരു നിമിത്തമാണ്. ഓരോരുത്തർക്കും ഓരോ സമയം ഈശ്വരൻ നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയത്ത് നടന്നില്ലെങ്കിൽ പിന്നെ ഓർത്തിരുന്ന് വിഷമിച്ചിട്ട് ഒരു കാര്യവുമില്ല. ശാരദ വിശദീകരിച്ചപ്പോൾ ബാക്കി എല്ലാവരും അതിനെ പിന്തുണച്ചു. വൈകിട്ട് കിടക്കാൻ നേരം അശോകിൻ്റെ ഫോണിൽ നിന്നും 1-2 മെസ്സേജ് ലച്ചുവിൻ്റെ ഫോണിൽ വന്നു. കമ്പനിയിൽ അത്യാവശ്യമായിട്ട് ചെല്ലണം. MD-യുടെ അമ്മ മരിച്ചുപോയി. അതുകൊണ്ട് അവൻ്റെ ലീവ് കട്ടാക്കി. അവൻ എമർജൻസി ആയിട്ട് ഇപ്പോൾ പോവുകയാണ് എന്നായിരുന്നു ഉള്ളടക്കം. ഷോ, ഇത് എപ്പോൾ ആണ് ഏട്ടാ? 10 മിനിറ്റ് ആയോടും മെയിൽ വന്നിട്ട്. പോകാതെ വേറെ നിവൃത്തിയില്ല മോളെ. ചെന്നിട്ട് വിളിക്കാം. ബൈ ബൈ അശോകേട്ടാ. അവൾ ഫോണെടുത്ത് മേശയുടെ മുകളിൽ വെച്ചു. അശോകേട്ടനെ നേരാവണ്ണം ഒന്ന് കണ്ടുപോലുമില്ല. വന്നിട്ട് അപ്പോഴേക്കും പോയോ ആൾ? വളരെ വിഷമം ലച്ചുവിന് തോന്നിയെങ്കിലും അടുത്ത വരവിന് അവൻ തങ്ങളുടെ കാര്യം വീട്ടിൽ പറഞ്ഞെല്ലാം ശരിയാക്കാമെന്ന വാക്കിൻ്റെ ബലം അവൾക്ക് വിഷമം അലിയിച്ചു കളഞ്ഞു. അശോകിൻ്റെ പെണ്ണായി ആ വീട്ടിൽ കയറുന്നത് സ്വപ്നം കണ്ട് അവൾ കിടന്നു. ദേവുവും അപ്പോൾ ഉറക്കം വരാതെ കിടക്കുകയാണ്. ഹരിസാർ തൻ്റെ വീട്ടിൽ വരുന്ന കാര്യം പറഞ്ഞെങ്കിൽ പോലും എന്നാണ് വരുന്നതെന്ന് ഒരു വിവരവുമില്ല. ഇവിടെ വന്നാൽ തന്നെ എന്താകുമെന്ന് യാതൊരു ഊഹവുമില്ല അവൾക്ക്. ചേച്ചിയോട് പറയണോ വേണ്ടയോ എന്ന് കുറേ നേരം ആലോചിച്ചെങ്കിലും സാറ് പറഞ്ഞതുപോലെ ഉടനെ വേണ്ട എന്ന തീരുമാനമാണ് അവിടെ എടുത്തത്. ഈ സമയത്ത് സരസ്വതിയും ഭർത്താവ് ഗുപ്തൻ നായരും കൂടി ബാലകൃഷ്ണനും ഭാര്യ ശോഭയുമായി ചർച്ചയായിരുന്നു. വിഷയം നന്ദൻ്റെ കല്യാണം. പെണ്ണ് ശ്രീലക്ഷ്മിയായിരുന്നു. നന്ദന് അവളെ വല്ലാതെ പിടിച്ചുപോയിരുന്നു. എല്ലാവർക്കും കേട്ടപ്പോൾ സമ്മതമായി. കാരണം ലച്ചുവിനെ ചെറുപ്പം മുതലേ എല്ലാവർക്കും അറിയാം. ഒരു ചീത്ത പേര് പോലും കേൾപ്പിക്കാതെ വളർന്ന കുട്ടികളാണ് രണ്ടുപേരും. നല്ല പെൺകുട്ടിയാണ് ലച്ചു. നന്ദനുമായിട്ട് ചേരും കേട്ടോ. ശോഭയമ്മയുടെ വാക്കുകൾ നന്ദകിഷോറിൽ സന്തോഷമുളവാക്കി. നാളെ വൈകിട്ട് ഞങ്ങൾക്ക് പാലക്കാട് പോകണം ഏട്ടാ. നന്ദൻ്റെ ലീവ് തീർന്നു. അതുകൊണ്ട് കാലത്തെ നമുക്ക് എല്ലാവർക്കും കൂടി ലച്ചുവിൻ്റെ വീട്ടിൽ പോയാലോ? സരസ്വതിയാണ് നിർദ്ദേശം വെച്ചത്. അതെ, അതാകും നല്ലത്. നന്ദന് ഹോസ്പിറ്റലിൽ പോകേണ്ടതാണ്. ഡ്യൂട്ടിയാണ് പ്രധാനം. ഗുപ്തൻ നായർ ഭാര്യയെ പിന്താങ്ങി. മാധവനെ ഒന്ന് വിളിച്ചാലോ? ബാലകൃഷ്ണൻ എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി. അത് വേണ്ട ഏട്ടാ, അവർക്കൊരു സർപ്രൈസ് ആകട്ടെ. എന്തായാലും മാധവേട്ടന് ഇത് സമ്മതിക്കാതിരിക്കില്ല കേട്ടോ. ശോഭ അങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവരും അതാണ് നല്ലതെന്ന് അഭിപ്രായപ്പെട്ടു. എങ്കിൽ ശോഭ ചേച്ചി പറയുന്നത് പോലെ ചെയ്യാം. ഈ കാര്യങ്ങളൊക്കെ തൽക്കാലം നമ്മൾക്ക് അവിടെ ചെന്ന ശേഷം അറിഞ്ഞാൽ മതി അല്ലേ ബാലേട്ടാ? സരസ്വതി പറഞ്ഞു. സത്യം പറയട്ടെ അളിയ, ലച്ചുവിനെക്കാട്ടിലും എനിക്ക് സത്യം പറഞ്ഞ ഇഷ്ടമായത് ഇളയ പെൺകുട്ടിയാണ്. ഗുപ്തൻ നായർ ബാലകൃഷ്ണനെ നോക്കി. എനിക്കും ആ കുട്ടിയാണ് പിടിച്ചത്. പക്ഷേ നന്ദുവിന് ലച്ചുവിനെ മതി. ഇളയവൾക്ക് നിറം പോരാന്നാണ് അവൻ പറയുന്നത്. നിറവും സൗന്ദര്യമൊക്കെ കുറവാണ് പോലും ദേവൂട്ടിക്ക്. സരസ്വതി അത് പറയുമ്പോൾ നന്ദൻ ചെറുതായി ഒന്ന് ചിരിച്ചു. വിവാഹം കഴിക്കുന്ന ആളുടെ ഇഷ്ടമല്ലേ നമ്മൾ നോക്കേണ്ടത്? നന്ദൻ്റെ ഇഷ്ടം അതാച്ചാൽ അങ്ങനെ. ബാലകൃഷ്ണൻ പക്ഷെ നന്ദൻ്റെ ഭാഗത്തു നിന്നായാണ് പറഞ്ഞത്. അശോകിനു വേണ്ടി എനിക്ക് ലച്ചുവിനെ ആലോചിക്കണമെന്നുണ്ടായിരുന്നു ബാലേട്ടാ. ഇവർ ഇത്ര തിടുക്കത്തിൽ ഇങ്ങനെയൊക്കെ പദ്ധതിടുമെന്ന് ഞാൻ ഓർത്തില്ല കേട്ടോ. കിടക്കാൻ നേരം ശോഭ പറഞ്ഞത് കേട്ട് ബാലകൃഷ്ണൻ ആലോചനയിലാണ്ടു. അയാൾക്കും അത് കേട്ടപ്പോൾ ഉള്ളിലൊരു നൊമ്പരം പൊന്തി വന്നു. കാരണം ബാലകൃഷ്ണൻ്റെ ഉള്ളിലും ലച്ചു ഈ വീട്ടിലേക്ക് മരുമകളായി വരണമെന്നായിരുന്നു ആഗ്രഹം. മാധവ വാര്യർ തൊടിയിലെ പച്ചക്കറികളെല്ലാം നനയ്ക്കുകയാണ്. കൂടെ ദേവുവുമുണ്ട്. പയറും പാവലും കോവലുമെല്ലാം തഴച്ചു വളർന്നു നിൽക്കുന്നു. ദേവുവാണ് എല്ലാ കാര്യങ്ങൾക്കും അച്ഛനെ സഹായിക്കുന്നത്. പണ്ട് മുതൽക്കേ അവൾ അങ്ങനെയാണ്. ഏത് കാര്യത്തിനും ദേവു ഒപ്പം കാണും. കളകൾ പറിച്ചു മാറ്റാനും വീടും പരിസരവുമൊക്കെ വൃത്തിയാക്കുവാനും അടുക്കളയിൽ അമ്മയെ സഹായിക്കാനും ഒക്കെ അവൾ കൂടും. യാതൊരു മടിയും ഇല്ലാതെ തന്നെ. ദേവു ഒരുപാട് ജോലികളൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണെങ്കിൽ ലച്ചു നേരെ വിപരീതവുമാണ്. അവളൊന്നെങ്കിൽ TV-യും കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഫോണും നോക്കിയിരിക്കും. എത്ര നേരം വേണമെങ്കിലും. അതവൾക്ക് ഒരു പ്രശ്നമേ അല്ല താനും. ലച്ചു എന്തി മോളെ? അവളെ കണ്ടില്ലല്ലോ. വാര്യർ ദേവുവിനെ നോക്കി. ചേച്ചി കൂട്ടുകാരുമായി ചാറ്റിംഗ് ആണച്ചാ. എല്ലാവരെയും പിരിഞ്ഞു പോകുന്നത് കൊണ്ട് ചേച്ചിക്ക് ഭയങ്കര സങ്കടമാണ്.
ഒരു കപ്പിലേക്ക് വെള്ളമെടുത്ത് കുറേശ്ശെയായി പാവിലിന് തളിക്കുകയാണ് ദേവു. എത്ര ദിവസം കാണുമോ ഈ സങ്കടമൊക്കെ. 2-3 ദിവസം കൂടി നോക്കാം അല്ലേ, എന്തെങ്കിലും മാറ്റം വരുമോ എന്ന്. ദേവു ചിരിച്ചുകൊണ്ട് അച്ഛനോട് പറഞ്ഞു. അച്ഛ, ഒരു കാറ് വരുന്നുണ്ടല്ലോ. ഇതിപ്പോൾ ആരാണാവോ? ദേവുവാണ് ആദ്യം ഒരു കാറ് വരുന്നത് കണ്ടത്. ആരാ മോളേത്? ഇങ്ങോട്ട് തന്നെയാണല്ലോ വരുന്നത്. വാര്യനാണെങ്കിൽ തോളത്ത് കിടന്ന് തോർത്തെടുത്ത് കൈകൾ തുടച്ചുകൊണ്ട് ചോദിച്ചു. അറിയില്ല അച്ഛാ. എനിക്കാണെങ്കിൽ ബാങ്കിൽ പോകാൻ സമയമായിട്ടോ. അയാൾ അക്ഷമനായി കാറിലേക്ക് നോക്കി. ഈശ്വര, ഹരിസാറങ്ങാനുമാണോ? ദേവുവിൻ്റെ മനസ്സിൽ വല്ലാത്ത പേടി തോന്നി. സാറാണെങ്കിൽ അമ്മയുമായിട്ട് ഇവിടേക്ക് വരുന്ന കാര്യം പറഞ്ഞിരുന്നു താനും. ദേവുവിന് വല്ലാത്ത പരവേശം പോലെ തോന്നി. ഇതാരൊക്കെയാണിത്? കാറിൽ നിന്നിറങ്ങിയ ആളുകളെ കണ്ട് മാധവൻ വാര്യർക്ക് ആശ്ചര്യമായി. ബാലകൃഷ്ണനും സരസ്വതിയും കൂടെ ശോഭയും ഗുപ്തൻ നായരുമാണ് കാറിൽ നിന്നിറങ്ങിയത്. നന്ദൻ വണ്ടി തിരിച്ചിടുകയാണ്. ഇതെന്താ എല്ലാവരും കൂടി പതിവില്ലാതെ? ദേവു ഓർത്തു. മാധവ, ഇന്ന് ബാങ്കിൽ പോകണ്ടേത് എനിക്ക്? പോണം ബാല, ഞാൻ ഈ പച്ചക്കറിയൊക്കെ നനയ്ക്കുമായിരുന്നു. ഗുപ്തൻ നായരായിരുന്നു അത്. ഒരിക്കലും ഇല്ലെന്നേ, എല്ലാവരും കയറി വന്നാട്ടെ. അയാൾ എല്ലാവരെയും അകത്തേക്ക് ക്ഷണിച്ചു. ദേവൂട്ടി ആകെ ബിസിയാണല്ലോ. വണ്ടി ഒതുക്കിയിട്ട ശേഷം നന്ദൻ കാറിൻ്റെ ഡോറ് തുറന്നിറങ്ങിക്കൊണ്ട് അവളോട് ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല ഏട്ടാ. അവൾ പുഞ്ചിരിച്ചു. അവൻ തിരിച്ചും. അപ്പം മാധവ, മുഖവരിയില്ലാതെ കാര്യത്തിലേക്ക് കടക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ബാലകൃഷ്ണൻ അവിടെ കിടന്നിരുന്ന ഒരു സെറ്റിയിലേക്കിരുന്നു. ആരൊക്കെയോ വന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ലച്ചുവും ശാരദയും കൂടി സ്വീകരണ മുറിയിലേക്ക് വരികയായിരുന്നു. ഇവരുടെ മകൻ നന്ദന് നമ്മുടെ ലച്ചുവിനെ വിവാഹം ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. അതിനെക്കുറിച്ച് ഇവിടെ വന്ന് നേരിട്ട് സംസാരിക്കാനാണ് ഞങ്ങൾ എല്ലാവരും കൂടി വന്നത്. വാതിലിൻ്റെ മറവിൽ നിന്നുകൊണ്ട് ഇത് കേട്ട ലച്ചു തരിച്ചു നിന്നു പോയിരുന്നു. ഈശ്വര, എന്താ ഇതൊക്കെ? അവൾക്ക് കണ്ണു നിറഞ്ഞു. നന്ദനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല എനിക്ക്. എൻ്റെ സഹോദരിയായ സരസ്വതിയുടെ ഏക മകനാണ്. അവൻ്റെ അച്ഛനെ പോലെ തന്നെ നന്ദനും ഒരു ഡോക്ടറാണ്. യാതൊരുവിധ ദുസ്വഭാവങ്ങളും ഒന്നും തന്നെ ഇല്ലാത്തൊരു പയ്യനാണവൻ. നമ്മുടെ ലച്ചുവിന് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും ഉത്തമനാണ് നന്ദൻ. ബാലകൃഷ്ണൻ തൻ്റെ പെങ്ങളുടെ മകനെക്കുറിച്ച് വാചാലനായി. അവർ വന്ന കാര്യങ്ങൾ കേട്ടപ്പോൾ മാധവ വാര്യർക്കും ഭാര്യയ്ക്കുമുണ്ടായ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. 1 മിനിറ്റ് ബാല, ഞാനിപ്പോൾ വരാം. അയാൾ അകത്തേക്ക് ഓടിച്ചെന്നു. അപ്പോഴാണ് കണ്ടത് എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന ശാരദയെയും ലച്ചുവിനെയും. അയാൾ ഭാര്യയെ ഒന്ന് നോക്കി. അവരുടെ മിഴികളിൽ നിന്നും വ്യക്തമായിരുന്നു ഈ വിവാഹത്തോടുള്ള അവരുടെ സമീപനം. മോളെ, എല്ലാം കേട്ടല്ലോ അല്ലേ? ഒക്കെ എൻ്റെ കുട്ടിയുടെ ഭാഗ്യമാണ്. മാധവ വാര്യർ വന്ന് മകളുടെ നെറുകയിൽ തലോടി. അപ്പോഴേക്കും അവളുടെ മിഴികൾ നിറഞ്ഞു തൂവി. അയ്യേ, എൻ്റെ കുട്ടി കരയാ? ഇത്രയേ ഉള്ളൂ എൻ്റെ ലച്ചു നീയ? ശാരദയാണെങ്കിൽ മകളെ സമാധാനിപ്പിച്ചു. ചേച്ചി പോയി മുഖമൊക്കെ ഒന്ന് കഴുകി വരൂ, എന്നിട്ട് ഈ വേഷം മാറണ്ടേ? ദേവൂട്ടി വന്ന് അവളോട് മെല്ലെ പറഞ്ഞു. വേഗം റെഡിയായി വാ. ഇന്നലെ കണ്ട ആളുകളാണെങ്കിൽ പോലും ഇന്ന് നിന്നെ പെണ്ണ് കാണാൻ വന്നവരല്ലേ. തന്നെയുമല്ല, നമ്മുടെ കുടുംബത്തിൽ ഇത് ആദ്യത്തെ സംഭവമാണ്. അമ്മ പറഞ്ഞപ്പോൾ അത് വളരെ ശരിയാണെന്ന് ദേവുവും സമ്മതിച്ചു. ഇളം മഞ്ഞ നിറമുള്ള ഒരു സൽവാറായിരുന്നു അവളെടുത്തണിഞ്ഞത്. വേറെ ചമയങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു എന്ന് വേണം പറയാൻ. എല്ലാവരും അതീവ സന്തോഷത്തിലാണെന്നുള്ള കാര്യം വെളിയിലെ സംസാരം കേൾക്കുമ്പോൾ വ്യക്തമായിരുന്നു ലച്ചുവിന്. അവൾ മാത്രം ഒരു ഉത്സാഹവും ഇല്ലാതെ നിൽക്കുകയാണ്. അശോകുമായിട്ട് ഇപ്പോൾ ഫോണിൽ മെസ്സേജ് അയച്ചതേ ഉള്ളൂ. ഉടനെ തന്നെ നാട്ടിലേക്ക് വരുന്നുണ്ടെന്നും നിന്നെ കാണാതെ ഇരിക്കാൻ പറ്റില്ലെന്നും നിന്റെ വീട്ടിലോട്ട് പെണ്ണ് ചോദിച്ചു വരുന്നുണ്ടെന്നും ഒക്കെ പറഞ്ഞ് വെച്ചതേ ഉള്ളൂ അവൻ. ആ സന്തോഷത്തിൽ മതിമറന്നു നിന്നപ്പോഴാണ് ഇങ്ങനെയൊരു കുരുക്ക് വന്നു മുറുകിയത്. എല്ലാം തകിടം മറിഞ്ഞോ ഭഗവാനെ. എൻ്റെ അശോകല്ലാതെ എനിക്ക് ഈ ജീവിതത്തിൽ വേറൊരു പുരുഷനില്ല. അത് ഞാൻ തീർച്ചപ്പെടുത്തിയതാണ്. അവൾക്ക് കണ്ണു നിറഞ്ഞു വന്നു. മോളെ ലച്ചുവേ, ഇതാണ് കേട്ടോ പയ്യൻ. നീ ശരിക്കും കണ്ടോണം. ഇനി കണ്ടില്ലെന്നൊന്നും പറയല്ലേ. ശോഭയാൻ്റിയുടെ വാക്കുകൾ അവളുടെ കാതുകളിൽ അലയടിച്ചു. ഇന്നലെ ഇവർ തമ്മിൽ കണ്ടതും സംസാരിച്ചതുമാ അല്ലേ മോളെ? സരസ്വതി ലച്ചുവിൻ്റെ കയ്യിൽ നിന്നും ചായ എടുത്തുകൊണ്ട് പറഞ്ഞു. അവൾ വെറുതെ ഒന്ന് തല കുലുക്കി. മോളുടെ മനസ്സിലാരെങ്കിലും ഉണ്ടോ? ഇപ്പോഴത്തെ കുട്ടികളായതുകൊണ്ട് ചോദിക്കുക കേട്ടോ, ഉണ്ടെങ്കിൽ പറയണം. അല്ല അച്ഛാ, ഞങ്ങളത് ഉറപ്പിക്കുക, ബാലകൃഷ്ണൻ ലച്ചുവിനോടായി ചോദിച്ചു. എൻ്റെ മക്കൾക്ക് 2 ആൾക്കും ഒരിക്കലും അങ്ങനൊരു സ്വഭാവവും ഇല്ല. ഞാൻ പറയുന്നതാണ് എൻ്റെ കുട്ടികൾ ഇന്നോളം അനുസരിച്ചത് ബാല. അതോർത്ത് ആരും ടെൻഷൻ ആവണ്ട.
മാധവ വാര്യർ അഭിമാനത്തോടെയാണ് എല്ലാവരോടുമായി പറഞ്ഞത്. അത് കേട്ടതും നന്ദൻ്റെ ചൊടിയിൽ ഒരു പുഞ്ചിരി മൊട്ടിട്ടു. എങ്കിൽ നമുക്കിത് ഉറപ്പിക്കാൻ വാര്യരെ, സമയം വെറുതെ കളയണ്ട. താങ്കൾക്കും ജോലിക്ക് പോകേണ്ടതല്ലേ? ഗുപ്തൻ നായർ എഴുന്നേറ്റ് വന്ന് മാധവ വാര്യരുടെ കയ്യിൽ പിടിച്ച് കുലുക്കിക്കൊണ്ട് പറഞ്ഞു. എന്തായാലും ഞങ്ങൾക്ക് സമ്മതക്കുറവൊന്നുമില്ല. ബാക്കിയെല്ലാം നിങ്ങൾ തീരുമാനിച്ചിട്ട് ബാലനെ അറിയിക്കുക. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വൈകാതെ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ഗുപ്തൻ നായർ എല്ലാവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു. നല്ല കുടുംബം, സ്നേഹനിധികളായ അച്ഛനും അമ്മയും, നല്ല പയ്യൻ, ആവശ്യത്തിന് വിദ്യാഭ്യാസവുമുണ്ട്, പോരാത്തതിന് ഡോക്ടർ. ഇതിൽ കൂടുതൽ ഇനി എന്താണ് തൻ്റെ മകൾക്ക് കിട്ടേണ്ടത്? ഭാര്യർക്ക് പയ്യനെ ഇഷ്ടമായി. എന്നാലും അയാൾ ഒന്നുകൂടി ഭാര്യയെ ഒന്ന് നോക്കി. ഞങ്ങൾക്ക് സമ്മതമാണ്. പിന്നെ ഇതൊരു കൂട്ടുകുടുംബമാണ്. എന്തായാലും ഇവിടെ കാരണവന്മാരോടൊക്കെ ആലോചിച്ചിട്ട് അടുത്ത ദിവസം തന്നെ ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ടിറങ്ങാം. അതല്ലേ നല്ലത്? മാധവ വാര്യരുടെ വാക്കുകൾ ലച്ചുവിൻ്റെ മനസ്സിൽ തറഞ്ഞു. ഈശ്വര, എല്ലാം കൈവിട്ടു പോകുവാണോ അശോകേട്ടൻ? അവൾക്കാണെങ്കിൽ ഭ്രാന്ത് പിടിക്കും പോലെ തോന്നി. കുട്ടികൾക്ക് രണ്ടാർക്കും എന്തെങ്കിലും സംസാരിക്കണോ? ബാലകൃഷ്ണൻ നന്ദനെയും ലച്ചുവിനെയും മാറി മാറി നോക്കി. ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്തും തുറന്നു പറയണ ശീലമുണ്ട്. പണ്ടത്തെ കാലം പോലെയൊന്നും അല്ലല്ലോ. മോളെ ദേവു, ചേച്ചിയുടെ മുറിയൊന്ന് കാണിച്ചു കൊടുത്തേ, വാര്യർ ദേവൂട്ടിയെ വിളിച്ചു പറഞ്ഞു. ലച്ചുവിൻ്റെ ഹൃദയമിടിപ്പ് കൂടി കൂടി വന്നു. പെട്ടെന്ന് തന്നെ അവൾ തൻ്റെ മുറിയിലേക്ക് പിൻവാങ്ങി. നന്ദനും ദേവൂട്ടിയും വരുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. ഇതാ നന്ദേട്ടാ ചേച്ചിയുടെ റൂം, കയറി ചെന്നോളൂ കേട്ടോ. ദേവൂട്ടിയുടെ ചിരിച്ചുകൊണ്ടുള്ള വാക്കുകൾ അവളെ ഭ്രാന്ത് പിടിപ്പിച്ചു. നന്ദേട്ടൻ, അനുജത്തിയാണെങ്കിൽ അയാളെ അങ്ങനെ വിളിച്ചത് ലച്ചുവിന് ദേഷ്യം തോന്നി. എന്തൊരു സ്നേഹമാണ് അവൾക്ക് അയാളോട്, വൃത്തികെട്ടവൻ. അവൾ പിറുപിറുത്തു. നന്ദകിഷോർ പതിയെ അകത്ത് കയറിയതും ലച്ചു വേഗം ചാടി എഴുന്നേറ്റു. ഇരിക്കടോ, എന്തിനാ എഴുന്നേറ്റ് നിൽക്കുന്നത്? അവൻ പുഞ്ചിരിച്ചു. ലച്ചു അപ്പോൾ ചുറ്റിനും നോക്കുകയായിരുന്നു. പേടിക്കണ്ട ലച്ചു, ഞാൻ അത്രയ്ക്ക് ഭീകരജീവിയൊന്നും അല്ല കേട്ടോ. നന്ദൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി. ലച്ചു ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ചെയ്തത്. ആദ്യമായിട്ടായതുകൊണ്ടാകും എന്നാണ് നന്ദൻ കരുതിയത്. എനിക്ക് ലക്ഷ്മിയെ ഇഷ്ടമായി, വളരെ വളരെ ഇഷ്ടമായി. കണ്ട മാത്രയിൽ തന്നെ എനിക്ക് ഇയാളെ വിവാഹം ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹം തോന്നിയിരുന്നു. സോ ഞാൻ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ മാത്രമായിരിക്കും. ഇയാൾക്ക് ഇഷ്ടമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ മടങ്ങുവാകട്ടോ. അവളുടെ വാക്കുകളൊന്നും കേൾക്കാൻ നിൽക്കാതെ നന്ദൻ പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചതും അവൻ്റെ ഫോൺ ശബ്ദിച്ചു. ഹലോ, ആ കിഷോർ, അതേടാ ഇവിടെ എത്തി, കണ്ടു, സംസാരിച്ചു, ഫിക്സ് ചെയ്തു. താങ്ക്സ് ഡാ, ഓക്കെ, സി യു, ബൈ. നന്ദൻ ഫോൺ തിരിച്ച് പോക്കറ്റിൽ വെച്ചുകൊണ്ട് ഒന്നുകൂടി തിരിഞ്ഞു നിന്നു. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കിഷോർ വർമ്മ, അവനും ഡോക്ടറാ. ഞാൻ ഈ കാര്യം ഇന്നലെ അവനോട് പറഞ്ഞു. എന്തായെന്നറിയാൻ വിളിച്ചതാ. അവനാണെങ്കിൽ ഞങ്ങളുടെ ഫ്രണ്ട്സിനോടും എല്ലാവരോടും പറയട്ടെ എന്ന് പറഞ്ഞ് കട്ട് ചെയ്തു. നന്ദൻ സന്തോഷത്തോടെ പറഞ്ഞു. അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി നിൽക്കുകയാണ് അപ്പോഴും ലച്ചു. ലച്ചു, ഞാൻ പോകുക കേട്ടോ. ഇനിയും തമ്മിൽ കാണുമ്പോൾ എൻ്റെ കൂടെ ഇയാളും കാണണം. നന്ദൻ പുറത്തേക്ക് ചെന്നപ്പോൾ മാധവ വാര്യർ ആരെയൊക്കെയോ ഫോൺ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ഹലോ, ആ ചേട്ടാ, ഇവിടെ വരെ ഒന്ന് ഇറങ്ങാമോ? ഏയ് അങ്ങനെയൊന്നുമില്ല, നമ്മുടെ ലച്ചുവിനൊരു ആലോചന വന്നതാ. ചെക്കൻ പാലക്കാടാണ്. ആ, നമ്മുടെ ബാലകൃഷ്ണൻ്റെ പെങ്ങളുടെ കുട്ടിയാണ്. എന്താ അച്ഛാ? അവൻ പതിയെ ഗുപ്തൻ നായരോട് ചോദിച്ചു. അദ്ദേഹം ലച്ചുവിൻ്റെ വല്യച്ഛനെയും അമ്മാവിനെയും ഒക്കെ വിളിക്കുകയാണ്. അവർ രണ്ടുപേരും ഈ അടുത്ത ചുറ്റളവിലാണ് താമസം. ഇങ്ങോട്ട് വന്നാൽ നിന്നെ കണ്ടിട്ട് പോകാമെന്ന് പറയുകയവർ. അമ്മേ, ചേച്ചി വിളിക്കുന്നു. പതിയെ അമ്മയുടെ കാതിൽ വന്ന് പറഞ്ഞു. എന്താ മോളെ, എന്തു പറ്റി? ലച്ചുവിൻ്റെ മുറിയിലേക്ക് ചെന്നവർ ചോദിച്ചു. അമ്മേ, നക്ഷത്രപ്പൊരുത്തമൊക്കെ നോക്കണ്ടേ? നമ്മൾ വെറുതെ വാക്കു പറഞ്ഞിട്ട്? അവൾ അവസാന പ്രതീക്ഷയെന്നോണം ചോദിച്ചു.